തവക്കുഫാക്കാൻ അഭിപ്രായം പറയാൻ നിർത്തിയേക്കാൻ, അതനുസരിച്ച് അമൽ ചെയ്യണമെന്നല്ല. മുൻഗാമികൾ എങ്ങനെ മനസ്സിലാക്കി എന്ന് നമ്മൾ പഠിക്കാന്നല്ല. അത് ഞമ്മക്ക് ചേരൂലേ, എന്താ ഹദീസ് എന്ന് പറഞ്ഞ ഹദീസ് സ്വീകരിക്കുന്നതിൽ പല ആളുകൾക്കും ഭയങ്കര വിഷമം. സ്വീകരിക്കുകയാണെങ്കിൽ തന്നെ റസൂൽ ഇപ്പൊ അങ്ങനെ പറഞ്ഞു പോയില്ലേ, ഇപ്പൊ എന്താ ചെയ്യാ, സനദും സഹീഹാണ്, സ്വീകരിക്കല്ലാതെ ആ നിലക്ക് സ്വീകരിച്ചിട്ട് കാര്യമില്ല. സുല്ലമിയുടെ കാസറ്റിലുണ്ട് ഒരുപാട് ആദ്യ ഹദീസ് ഉദ്ധരിക്കും, എന്നിട്ട് അതിനെ വ്യാഖ്യാനിച്ച് കൊളാക്കും, എന്നിട്ട് പറയുന്നത് സഹി അല്ലാതെ, ഇനി സഹി ആണെങ്കിൽ തന്നെ എന്നിട്ട് പിന്നെ യുക്തിവാദം പറയും. ഇതാരുടെ മനഹജാണ്? ഇത് എവിടുത്തെ രീതിയാണ്? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ ദീനിന്റെ അടിസ്ഥാന തത്വങ്ങൾ പോലും പൊളിക്കുന്ന രീതിയിലേക്കാണ് ഇവരുടെ യുക്തിവാദങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, വെറും ഗ്രൂപ്പ് വിരോധത്തിന്റെ പേരിൽ മാത്രം വിഷയങ്ങളെ പഠിക്കുന്നതിൽ നാം അമാന്തം കാണിക്കരുത്. നമ്മളെ ഭാഗത്തുള്ള നമ്മൾ പറഞ്ഞൊക്കെ ന്യായീകരിക്കാം, അവരുടെ ഭാഗത്തിൽ അവർ പറഞ്ഞൊക്കെ ന്യായീകരിക്കാം. ആ രൂപത്തിലേക്ക് ഇസ്ലാമിക വിഷയങ്ങൾ നമ്മൾ ഒരിക്കലും താഴ്ത്തിക്കെട്ടാൻ പാടില്ല. ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നിഷ്പക്ഷമായി വിലയിരുത്തണം. ഇത് സംഘടനാ പിളർപ്പുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല. ഇത് സംഘടനാ പിളർപ്പായി കൂട്ടിക്കെട്ടേണ്ടത് ഇവരുടെ ആവശ്യമാണ്. ഇവർ ആശയ ദാരിദ്ര്യം കൊണ്ട് നിലനിൽപ്പിന് വേണ്ടിയുള്ള ജീവവായു വേണ്ടി കഷ്ടപ്പെടുകയാണ്. അപ്പോൾ അവർക്കതൊരു ആവശ്യമാണ്. അങ്ങനെ ഇത് പിളർപ്പുമായി കൂട്ടിക്കെട്ടി ഒരു കൂട്ടരുടെ പേര് ആരോപിച്ച് അങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിക്കാൻ. അതുകൊണ്ട് എന്തായി, പ്രാമാണികമായി ഇത് പഠിക്കണമെന്ന് ആളുകൾക്ക് തന്നെ ഉദ്ദേശമില്ലാതായി പോയി. അത് അവര് പറയണത് നമ്മൾ അതിനെ ന്യായീകരിക്കണം, ഇത് ഇവര് പറഞ്ഞ് നമ്മൾ ഇതിനെ ന്യായീകരിക്കണം. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ അധപ്പതിച്ചു പോയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങൾ പഠിക്കണം. ഖുർആനും ഹദീസും സലഫ് സാലികൾ മനസ്സിലാക്കണം. അതിൽ വല്ല അബദ്ധങ്ങളും ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അഹങ്കാരം തടസ്സമാകാതെ തിരുത്തണം. എന്നെ കുറിച്ച് വലിയ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാസറ്റിൽ 98 ഞാൻ പാറാൽ കോളേജിന്റെ അവിടെ പ്രസംഗിച്ചു. അതിൽ പറഞ്ഞതിനെതിരായി 2003 പ്രസംഗിച്ചു. എനിക്ക് സ്ഥിരതയില്ല. എന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞാൽ മതി. പാറാൽ കോളേജിൽ വെച്ച് പ്രസംഗിച്ചത് അന്ന് പറഞ്ഞത് പലതും തെറ്റാണെന്ന് പിന്നീട് മനസ്സിലായപ്പോ ഞാൻ തന്നെ തിരുത്തിയതിന് അഭിനന്ദിക്കല്ല, തിരുത്തിയവനെ കുത്തി പറയാണ്. ഞാനല്ലേ പറയുന്നത് തിരുത്തി, എനിക്കതിൽ ക്വാളിഫിക്കേഷൻ ആയിട്ടാണ് തോന്നുന്നത്. അബദ്ധങ്ങൾ മനസ്സിലാക്കി ഈ സുല്ലമിയുടെയൊക്കെ ശിഷ്യത്വത്തിൽ വളർന്ന കാലത്ത് നമുക്ക് പല അബദ്ധങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ആ അബദ്ധങ്ങൾ തിരുത്തുന്നതിൽ നമുക്ക് യാതൊരു മടിയുമില്ല. ആരെങ്കിലും അത് പറയും ചെയ്യും. അതുകൊണ്ട് തെറ്റ് തിരുത്തുന്നതിൽ ആരും മടി കാണിക്കേണ്ടതില്ല. ഇത് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾ പ്രാമാണികമായി യാതൊരു തരത്തിലുള്ള പക്ഷപാതിത്വവും ഇല്ലാതെ നിഷ്പക്ഷമായി അവതരിപ്പിക്കാൻ അല്ലാഹു എനിക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അത് ശ്രദ്ധിച്ച് പഠിക്കാൻ നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ വിഷയത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഗഹനമായി പഠിച്ച ഒരാളെന്നല്ല, എനിക്കും ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട് എന്ന ബോധ്യത്തോടു കൂടി തന്നെയാണ് സംസാരിക്കുന്നത്. എല്ലാ ഇസ്ലാമിക വിഷയങ്ങളെ പറ്റിയും ഗഹനമായി പഠിച്ച ആളാണെന്ന ധാരണയൊന്നും എനിക്കില്ല. ചില്ലറ കാര്യങ്ങൾ മാത്രം ഒരു വിദ്യാർത്ഥിയുടെ നിലവാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ പഠിക്കുകയാണ്. ഹദീസ് എന്നത് ഒരു ബഹറാണ്, ഒരു വലിയ സമുദ്രം തന്നെയാണ്. അതിൽ മുൻഗാമികളുടെ മാർഗനിർദ്ദേശങ്ങൾ അവലംബിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനേ കഴിയില്ല. അവർ ഒരുപാട് ഇതിനുവേണ്ടി സേവനം അർപ്പിച്ചവരാണ്. ആ മാർഗത്തിൽ കൂടി നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുവാൻ സർവശക്തനായ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. السلام عليكم. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة
وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. إن الشيطان لكم عدو فاتخذوه عدوا إنما يدعو حزبه ليكونوا من أصحاب السعير. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വാക്കുകൾ ശ്രദ്ധിക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, നാട്ടുകാരെ, രക്ഷിതാക്കളെ, സർവാധിനാഥനായ റബ്ബിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ജിന്ന്, പിശാച്, സിഹ്ർ, ഈ വിഷയത്തിൽ യഥാർത്ഥ വിശ്വാസവും അന്ധവിശ്വാസവും വേർതിരിയുന്നത് എവിടെയാണ്? മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇപ്പോൾ പുതിയ വല്ല അന്ധവിശ്വാസവും ആരെങ്കിലും പ്രചരിപ്പിക്കുന്നുണ്ടോ? അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് വാദിക്കുന്ന ആളുകളുടെ പ്രചാരണങ്ങളുടെ നിജസ്ഥിതി എന്താണ്? ഇത് പരിശോധിക്കുകയാണ് ഈ പ്രസംഗം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പുകമറകൾ ഈ വിഷയങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നതൊരു വാസ്തവമാണ്. രണ്ട് ഭാഗത്തോടും അന്ധമായി വിധേയത്വം കാണിക്കാത്ത നിഷ്പക്ഷരായ കുറെ ആളുകൾ വിഷയം പഠിക്കണം, മനസ്സിലാക്കണം, ആരെ ഭാഗത്താണ് തെറ്റെന്ന് മനസ്സിലാക്കി ഇത് നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ, അതുകൊണ്ട് ഇതിന്റെ നിജസ്ഥിതി അറിയണം എന്ന് പറഞ്ഞിട്ടുള്ള കുറെ ആളുകൾ, അവരെ കൂടി പരിഗണിച്ചുകൊണ്ട് വിഷയം പ്രാമാണികമായി അവതരിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. സുഹൃത്തുക്കളെ, ജിന്നുകളെ കുറിച്ച്